നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റു പാർട്ടികളിൽ നിന്ന് ബിജെപിയിലെത്തുന്ന നേതാക്കൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന നടപടിയിൽ ബിജെപിക്കുള്ളിൽ പൊട്ടിത്തെറി. കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലെത്തിയ പത്മജ വേണുഗോപാൽ കാസർഗോഡ് മണ്ഡലത്തിലെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതോടെയാണ് പുതിയ വിവാദങ്ങൾക്കും പാളയത്തിൽ പടയ്ക്കും തുടക്കമായത്. എൻഡിഎയുടെ കാസർഗോഡ് മണ്ഡലം പ്രചാരണ കൺവെൻഷനിൽ പത്മജ വേണുഗോപാലിനെതിരെ പരസ്യ പ്രതിഷേധവുമായി CK പത്മനാഭൻ രംഗത്ത് വരുന്നത്. ഉദ്ഘാടകയായി പത്മജ എത്തിയതാണ് ബിജെപി ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ CK പത്മനാഭനെ ചൊടിപ്പിച്ചത്. മറ്റു പാർട്ടികൾ വിട്ട് ബിജെപിയിൽ എത്തുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നുവെന്നാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്ന വിമർശനം. ഉദ്ഘാടന ചടങ്ങിനിടെ പത്മജ വേണുഗോപാൽ നിലവിളക്കിൽ തിരികൊളുത്തുമ്പോൾ പത്മനാഭൻ വേദിയിൽ എഴുന്നേൽക്കാതെ ഇരിക്കുകയായിരുന്നു. കാസർഗോഡ് ടൗൺ ഹാളിലെ ചടങ്ങിൽ ഉദ്ഘാടനത്തിന് സംഘാടകർ പത്മജയെ വിളിച്ചു. വേദിയിലുണ്ടായിരുന്ന NDA സ്ഥാനാർത്ഥി ML അശ്വിനി, ജില്ലാ പ്രസിഡന്റ് രവിശ തന്ത്രി കുണ്ടാർ, സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത്, M നാരായണ ഭട്ട് തുടങ്ങിയവർ വിളക്കിനരികിലേക്ക് എത്തി. പത്മജയും മറ്റുള്ളവരും ചേർന്ന് നിലവിളക്ക് കൊളുത്തുമ്പോൾ CK പത്മനാഭൻ ഇരുന്നിടത്ത് തന്നെ തുടരുകയായിരുന്നു. പത്മജയുടെ പ്രസംഗം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ CK പത്മനാഭൻ വേദി വിടുകയും ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടകനായി CK പത്മനാഭനെയാണ് ആദ്യം ക്ഷണിച്ചിരുന്നതെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പ്രതികരിച്ചു. അത് മാറ്റി പത്മജയെ ഉദ്ഘാടകയാക്കി മാറ്റിയതാണ് പത്മനാഭനെ ചൊടിപ്പിച്ചത്. അതൃപ്തിയുള്ള കാര്യം അദ്ദേഹം ചിലരോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഉദ്ഘാടകയായി തീരുമാനിച്ചിരുന്നത് പത്മജയെ തന്നെയായിരുന്നുവെന്നും പത്മനാഭന്റെ പ്രവൃത്തിയിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണവും. BJP എന്ന സംഘടനയ്ക്ക് അച്ചടക്കവും പ്രോട്ടോകോളും ഉണ്ടെന്നും അത് ലംഘിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. BJPയിൽ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ മറ്റ് പാർട്ടി വിട്ട് ഇവിടേക്ക് വരുന്നതെന്നും മറ്റൊരു പാർട്ടിയിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയവരാണ് ഇവരെന്നും പത്മനാഭൻ പറഞ്ഞു. ഇങ്ങനെ വരുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ടെന്നും പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്തവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പ്രവർത്തകർക്ക് തന്നെ അമർഷമുണ്ടെന്നും പത്മനാഭൻ കൂട്ടിച്ചേർത്തു. ഏതായാലും പത്മജയുടെ BJP പ്രവേശനത്തിൽ നേതാക്കൾ അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തരല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഒളിഞ്ഞും തെളിഞ്ഞും അതൃപ്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പത്മജ കോൺഗ്രസ് വിട്ട് BJPയിൽ അംഗത്വം ഏറ്റെടുത്തത്. വലിയൊരു തിരിച്ചടിയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് അത് സമ്മാനിച്ചത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വേളയിൽ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ തന്നെയാണ് മറ്റുള്ള എതിർപക്ഷത്തുള്ള പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പത്മജയുടെ വരവ് ചില നേതാക്കൾക്ക് വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഇത്തരം പ്രവർത്തികളിൽ നിന്ന് വളരെ വ്യക്തമാണ്.